നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജേഷ്, വളരെ ആൾക്കാരേറെ കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. ചിലർക്ക് അതൊരു നല്ല ജീവിതമായിട്ടുണ്ട്, എന്നാൽ ചിലരത് വളരെ മോശമായി, അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നു എന്നുള്ള ലേബലിൽ അത് വളരെ മോശമായി ഉപയോഗിക്കുന്ന ചിലരെയും നമ്മൾ കഴിഞ്ഞ ഘട്ടങ്ങൾ കാണാനിടയായി. ഇപ്പോൾ ഈ ബിഗ് ബോസ് മത്സരാർത്ഥികളെ കൊണ്ട് നമുക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി പല കണ്ടസ്റ്റൻസിനുമെതിരെ ഉയരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ആരോപണങ്ങളുണ്ടായിരുന്നു. നമുക്ക് പലതരത്തിലുള്ള ഇപ്പോൾ വാദങ്ങളും പ്രതിവാദങ്ങളും നടക്കാം. ഇപ്പോൾ അഖിൽ മാരാരെ ബാക്കി എല്ലാവരും ചേർന്ന് ആക്രമിക്കുന്നു. ഒരാളെ എല്ലാവരും ചേർന്ന് ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരാളുടെ പാത ശരിയാണ് എന്നുള്ളതാണ്. പിന്നെ ബിഗ് ബോസ് മത്സരാർത്ഥികളെ നോക്കിയാൽ തന്നെ അതിനകത്തുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് സ്റ്റാൻഡേർഡാണ് അവർക്കുള്ളത് എന്ന്. പരിപാടി കാണുമ്പോൾ തന്നെ ഏതാണ്ട് അറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ പരിപാടി കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരു പരിപാടി നമ്മുടെ സംസ്കാരത്തിൽ ചേർന്നതല്ല. അത് കുറച്ചു പേർക്ക് അതിനകത്തേക്ക് കയറുന്നു. അപ്പം അവരുടെ സ്വഭാവം എന്താണെന്ന് കുറച്ചു പേരുടെ അവരാരൊക്കെ, അതായത് ഞാൻ പറയുന്നത്, ഇപ്പോൾ സമൂഹത്തിൽ എങ്ങനെങ്കിലും തെളിയിക്കപ്പെട്ട വ്യക്തികൾ, ഏതെങ്കിലും തെളിയിക്കപ്പെട്ടപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ, അതായത് ആവശ്യമില്ലാത്ത വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ഫെയിം ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈയിടെ ഒരു വ്ളോഗറെ കണ്ടു, ഗ്ലാമി ഗംഗ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. അതുകൊണ്ട് വളരെ താഴ്ന്ന സാഹചര്യത്തിൽ അച്ഛൻ്റെ അടുത്ത് നിന്ന് 17-ാമത്തെ വയസ്സിൽ അമ്മയും കൊണ്ട് പടിയിറങ്ങി പോകുന്നൊരു കുട്ടിയാണ്. അച്ഛനെ പീഡനം സഹിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ കൊണ്ട്. ആ പെൺകുട്ടി ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടുള്ളൂ. അത് ചെയ്യുന്നത് ബ്യൂട്ടി വ്ളോഗാണ്. വളരെ നല്ല ഭംഗിയായിട്ട് വ്ളോഗ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇപ്പോൾ ഒരു ഏതാണ്ട് ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വെച്ചു, കാറും വാങ്ങി. എന്നാലത് ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങളുമായി ബന്ധപ്പെട്ടല്ല, മര്യാദയ്ക്ക് പണിയെടുത്ത് യൂട്യൂബ് വഴി കാശുണ്ടാക്കി ഈയിടെ അത് കല്യാണവും കഴിച്ച കുട്ടി. അപ്പം അതിൽ നമുക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളെ പോസിറ്റീവാക്കിയ ആൾക്കാരെയോ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കാൻ കഴിയുന്ന മോറൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള ആൾക്കാരെയോ കൊണ്ടുവരുന്നതിന് പകരം എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ കടന്ന് ബഹളം ഉണ്ടാക്കി 10 പേര് കാണുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം, അതിപ്പോൾ 10 പേര് കാണുന്നു വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളടക്കം നമ്മൾ അറിയാതെ കണ്ടുപോകുന്ന ചില കാര്യം ഞാൻ കാണുമ്പോൾ ഇതാരാണ് എന്ന് വിചാരിച്ചിട്ടെങ്കിലും കാണും. അതൊരു പബ്ലിസിറ്റിയാണെന്ന് പറയാൻ കഴിയില്ല, അതൊരു ചീഫ് പബ്ലിസിറ്റിയാണെന്ന് എനിക്ക് പറയാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഒരു കൂട്ടമായി കൊണ്ടുവന്ന് അവരുടെ അവരെ എങ്ങനെയാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത്. അവരങ്ങനെ തന്നെയാണ്. അത്രയും ദിവസം ചീത്ത വിളിയും ബഹളവും അടിയും തല്ലും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല. അതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറേയേറെ പേർ. ഞാൻ ഏതായാലും ഇത് കാണുന്ന റെഗുലർ വ്യൂവർ അല്ല, ഈ റീൽസ് വരുമ്പോൾ മാത്രമാണ് കാണുന്നത്. പിന്നെ ഇവർ ചർച്ച ചെയ്യുന്നത്, ഇവരുടെ ചർച്ചകൾ പലപ്പോഴും ഇവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം ചിലരെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം ഇവിടെ തന്നെ ഇപ്പോൾ നോക്കൂ, റിയാസ് ഖാനും ഭാര്യയും 2 പേർ. അതിനു മുമ്പത്തെ സീസണിലുണ്ടായിരുന്നതാണ് മറ്റേ ഷിയാസ് കരീം. അതുപോലെ തന്നെ മറ്റൊരു പയ്യൻ മലപ്പുറത്തൊന്നും പേര് ഞാൻ മറന്നു, റിയാസ് എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. അയാൾ മയക്കുമരുന്നുമായി പിടിക്കപ്പെട്ടു, കള്ളപ്പണവും മയക്കുമരുന്നുമൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് എന്ത് തരത്തിലുള്ള പിന്നൊരു രേണു സുധി ഇവിടെ കിടന്ന് കാണിക്കുന്ന എന്തുവാണെന്ന് ഈശ്വരന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ വന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ഒന്നുകിൽ ഇതിൻ്റെ രൂപവും കണ്ടന്റും ഇതിൽ ഉൾപ്പെടുന്ന ആൾക്കാരും അവരെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം റീസ്ട്രക്ചർ ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പരിപാടി നിർത്തേണ്ട കാലം കഴിഞ്ഞില്ലേ. ശരിയാണ്. കാരണം ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്താകണം ആ ഷോയുടെ എൻഡിൽ എന്താകണം, ഒരാള് വിജയിക്കുന്ന എന്തിനാ വിജയിക്കുന്നത് അതിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരാള് അവസാനം ഫൈനലായി വരുന്നു, സീസൺ വിജയി എന്ന് പറയുന്നു. അത് എന്തടിസ്ഥാനത്തിൽ വിജയം എന്നൊരു മനസ്സിലാവുന്നില്ല. കാരണം ഇവര് ഒരാളെ എന്താക്കണം എന്ന തരത്തിലായിരിക്കണം ആ ബിഗ് ബോസിന്റെ മൊത്തം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും ഒരു മനുഷ്യന്റെ മനസ്സിൽ. ഇത് ഒരാളെ മൊത്തം ഒരു പകുതി നല്ല മനസ്സും പകുതി ഒരു അക്രമ മനസ്സും ആളെ മൊത്തത്തിൽ അക്രമിയാക്കുന്നു, പുറത്തേക്ക് ഇറക്കി വിടുന്നു. ആണ് ഇപ്പൊ കണ്ടപ്പോൾ അതില് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് കഴിഞ്ഞ് ആ സീസൺ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന പുരുഷ അഭിനേതാക്കളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കാരണം അവരാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതും സാമ്പത്തിക തട്ടിപ്പ്, ലൈംഗിക കിട്ടുന്ന സെലിബ്രിറ്റി. ഇപ്പൊ ഞാൻ പറയല്ലേ, ഷിയാസ് കരീം എന്ന് പറയുന്ന ആളൊരു, ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ആരൊക്കെയോ ചെറിയ മോഡലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയും അതുപോലെ ഒരു ജിമ്മ് നടത്തുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു. അയാളെ സംബന്ധിച്ച് 2 ബലാത്സംഗ കേസുകളാണ് ഇപ്പോൾ വന്നത്. അയാൾ സമൂഹത്തിൽ വന്ന് പറയുന്നതോ, അതാണ് അതിശയം. ഈ തോന്നിവാസം എല്ലാം ഒരു വഴിക്കൂടെ കാണിച്ചിട്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നു, മറ്റുള്ളവരെ കുറിച്ച് പറയുന്നു, BJP യെ കുറിച്ച് പറയുന്നു, രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പറയുന്നു.
കഴിഞ്ഞ ഒരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഈ വ്യക്തി ഷിയാസ് കരീം സ്റ്റേഷനിലേക്ക് കയറി പോകുന്നൊരു വീഡിയോ കാണാനായി. അതായത് ഒരു സെലിബ്രിറ്റി കയറി പോകുന്നത് പോലെ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് എല്ലാവർക്കും കൈ കാണിച്ച് കൈ കൊടുത്ത് അടുത്തിരിക്കുന്നവരൊക്കെ ഷേക്ക് ഹാൻഡ് കൊടുത്ത്, അങ്ങനെയാണ് പോലീസിന്റെ അകമ്പടിയോടെ പ്രതി കയറി പോകുന്നത്. അപ്പം മനസ്സിൽ എന്തൊരു തോന്നലുണ്ട്, ഞാൻ എന്തോ സെലിബ്രിറ്റിയാണ് എന്നൊരു തോന്നലുണ്ട്. ആയിരിക്കാം ഈ ചെറുപ്പക്കാർ. സെലിബ്രിറ്റി ആണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറുകയും കോടതി കയറുകയും ചെയ്ത ക്രിമിനലായി, അതിനകത്ത് സംശയമൊന്നുമില്ല. എന്ത് സെലിബ്രിറ്റി ആണെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്, അപ്പൊ ക്രിമിനലാ. അപ്പോഴാണ് പക്ഷേ ഈ അത് ബലാത്സംഗ കേസ് പ്രതി സ്റ്റേഷനിൽ വരുന്ന കാണിക്കുന്ന ഷോ മൊത്തം ഇതാണ് പുറത്ത് കിടന്നത്. അപ്പൊ നമ്മൾ ഓർക്കുന്നത് എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്? ഇപ്പൊ ഇവരെ കണ്ട് വളരുന്ന അല്ലെങ്കിൽ ഇവരെ അനുകരിക്കാൻ ശ്രമിക്കുന്ന മറ്റു ചെറുപ്പക്കാർ അവരെന്താ ചെയ്ത് കൂട്ടുന്നത്? ഇതെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം സമൂഹത്തിൽ. കാരണം അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ഷോ കൊണ്ട് എന്താണ് ഗുണം മലയാളിക്ക്? അവർക്ക് കുറെ പരസ്യം കിട്ടുമല്ലോ. അത് കമ്പനിക്ക് മാത്രം. എന്റെ മോഷനും ഏഷ്യാനെറ്റിനും ഗുണമുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ മലയാളികളുടെ മനസ്സിലേക്ക് സത്യം പറഞ്ഞാൽ നന്നാവാൻ എന്തെങ്കിലും സാധ്യതയുള്ള കുട്ടികളെ കൂടി വഴിപഴപ്പിക്കുന്ന രീതിയാണ് കണ്ടുകൊണ്ടുവരുന്നത്. നമ്മളിപ്പോ ഈ രേണു സുധി എന്ന് പറയുന്ന സുധി എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ ഭാര്യ, അവര് നേരെ ബിഗ് ബോസിലേക്ക് അവരെ എടുത്തതോടുകൂടി കുറേ എറണാകുളത്തുള്ള കുറേ ആൾക്കാർ, ഈ അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, അങ്ങനെയുള്ള ആൾക്കാരോടൊപ്പം കറങ്ങി നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ ഒരു കൂട്ടം സ്ത്രീകൾ ഇറങ്ങിയിരിക്കുകയാണ്. അതിലൊരു ഡോക്ടറും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിശയം. ഇവരുടെ കൂട്ടത്തിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന പമ്പ എന്ന് പറയുന്ന ഒരു ഡോക്ടർ. അവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായം നമുക്ക് കണ്ട. പക്ഷെ അവർ സംസാരിക്കുമ്പോൾ അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ അവരുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ നല്ലൊരു ഡോക്ടറാണ്, നന്നായി സംസാരിക്കാൻ അറിയുന്ന, നല്ല കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നൊരു ഡോക്ടറാണ്. പക്ഷെ അവർ ഈ പേക്കൂത്തൊക്കെ കാണിക്കുകയാണ് അലൻ ജോസ് പെരേരയുടെ കൂടെ നടന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആവണം, അത് ഏത് തരത്തിലാണെങ്കിലും, നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആണെങ്കിലും ഒന്ന് ഫേമസ് ആകണം, അല്ലെങ്കിൽ നാട്ടുകാരറിയണം. ഫേമസ് അല്ല, നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വരുന്നതിന് സത്യം പറഞ്ഞാൽ നൊട്ടോറിയസ് എന്നാ വാക്ക് ഉപയോഗിക്കേണ്ടത്. പക്ഷെ കേരളത്തിൽ നിർഭാഗ്യവശാൽ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഫേമസ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ പോലും ആ തരത്തിൽ ഉപയോഗിച്ചു ആദ്യം, പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഫേമസ് അല്ല, നൊട്ടോറിയസ്. എങ്ങനെയെങ്കിലും ഒന്ന്, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനും ഒക്കെ വേണ്ടി എങ്ങനെയെങ്കിലും 4 പേർ അറിയുന്ന ഒരാളാവണം എന്നതിൻ്റെ പുറത്താണ് കോപ്രായങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ രേണുസുധിയെ തന്നെ നമ്മൾ കാര്യമായി എടുത്താൽ, രേണുസുധി പോകുന്നിടത്തെല്ലാം ഒരു 10-500 പേരെ കൊണ്ട നടക്കുകയാണ്. ക്യാമറാമാൻമാർ, എവിടെ നോക്കിയാലും ക്യാമറാമാൻമാർ. എന്തെങ്കിലും ഒരു ചോദ്യം, ഇന്നലെ ഒരു ചോദ്യം, ചേച്ചി എന്താണ് ചക്കയ്ക്ക് വോട്ട് ചെയ്യാഞ്ഞത്? രേണുസുധി, ഞാൻ CPM കാരിയാണ്, അതുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത്. ചങ്ങനാശ്ശേരിയിൽ അതുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത്. ചങ്ങനാശ്ശേരിയിലാണ് ഇവരുടെ വീടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചങ്ങനാശ്ശേരി 2020 സ്ഥാനാർത്ഥി ഇല്ല. അതുപോലും അറിയാതെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നത് പറഞ്ഞുകൊണ്ട് അങ്ങ് ബഹളം ഉണ്ടാക്കി നാട്ടുകാരിൽ നിന്ന് എങ്ങനെയെങ്കിലും അറ്റൻഷൻ സീക്കുക എന്നുള്ളൊരു സിൻഡ്രോമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഇവർ ചോദ്യം ചോദിച്ചും പറഞ്ഞൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വിവാദം ആകുമ്പോൾ വന്ന് ബഹളം വെക്കും. ഞാൻ പറഞ്ഞതല്ല, യൂട്യൂബേഴ്സ് പറഞ്ഞത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വളച്ചൊടിച്ചു, ബഹളം വെച്ചു എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ മോഹൻലാൽ ചെയ്യേണ്ടത് ഈ ഷോ തന്നെ അങ്ങ് നിർത്തലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. മോഹൻലാൽ ആ പരിപാടിക്ക് പോകരുത്. അല്ല, ഇവരെ ജോലിക്ക് പറഞ്ഞോളൂ. ഇങ്ങനെ ഈ നൊട്ടോറിയസ് ആയിട്ട് പബ്ലിസിറ്റി വാങ്ങിക്കാൻ നിൽക്കുന്നവരൊക്കെ പണിക്ക് പറഞ്ഞോളൂ. ജോലി ചെയ്ത് ക്രിയേറ്റീവായി ഏതെങ്കിലും തരത്തിൽ യൂട്യൂബിൽ ഇപ്പൊ കാശ് തരും എന്നൊക്കെ പറഞ്ഞ് നീ ഇറങ്ങുന്നത് എങ്ങനെ കാശ് തരാനാണ്? ഇപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഞാൻ ഈ മത്സരത്തില് മൊത്തത്തിൽ ഇത്രയും കാലം ഉണ്ടായ മത്സരം നോക്കിയാൽ ഇതിനകത്ത് പ്രൊഡക്റ്റീവായി അല്ലെങ്കിൽ കൊള്ളാം എന്ന് പറയാവുന്ന ഒരു 5 പേരിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഈ പ്രോഗ്രാം മൊത്തത്തിലെടുത്താൽ. അപ്പോൾ ആ പ്രോഗ്രാമിൽ അതിലൊരു പ്രധാനപ്പെട്ട ഒരാളാണ് അഖിൽ മാരാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം നന്നായി അറിയാം, പറയുന്ന കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ട്, വ്യക്തതയുണ്ട്. ചിലപ്പോഴൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രസവവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ പറയുന്നതൊക്കെ അത് വലിയ രീതിയിൽ വിവാദമാക്കാൻ ചില ശ്രമങ്ങൾ ആ ഷോയിൽ തന്നെയുള്ളവർ, എങ്ങനെയെങ്കിലും അഖിൽ മാരാരെ അടിച്ചിരുത്തണമെന്ന് ചിന്തിക്കുന്ന ഷോയിൽ തന്നെയുള്ളവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം അഖിൽ പറഞ്ഞത്. അതായത് ഈ പണ്ടൊക്കെ പ്രസവം എന്ന് പറയുന്ന വളരെ ഗർഭിണിയാവുന്ന സ്ത്രീ പലതരത്തിലുള്ള ഒരു വീടാണ്, വലിയ വീടാണ്. അപ്പോൾ വലിയ കൂട്ടുകുടുംബങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകുടുംബങ്ങൾ നല്ലവണ്ണം പണി ചെയ്യേണ്ടി വരും. അതായത് ശരീരവുമായി നമ്മൾ ശാരീരിക പ്രവർത്തികൾ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ സ്കിന്നും എല്ലും ഒക്കെ സ്റ്റിഫായിരിക്കും. അത് എക്സസൈസ് ചെയ്യുന്ന ഒരാളും എക്സസൈസ് ചെയ്യാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം അവിടെയുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഗർഭിണികൾ നന്നായി പണി ചെയ്യുമായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു പ്രശ്നങ്ങൾ, ഇപ്പം ഞാൻ പറയാം, ഈ പോസ്റ്റ്മോർട്ടം സിൻഡ്രോം നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് എത്ര കാലം? വളരെ കുറച്ച് കാലങ്ങളേ ആയുള്ളൂ. അതെന്തുകൊണ്ടാണ്?
പണ്ടത്തെ കാലത്തെന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെല്ലാം കൂട്ടുകുടുംബങ്ങളായിരുന്നു. നമ്മൾ എത്രയൊക്കെ പണിയുണ്ടെന്നും എത്രയൊക്കെ പിന്നെ കഷ്ടപ്പാടുണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നം നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാനോ ഉള്ള സമയം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോലി ചെയ്ത് തളർന്നു വരുന്നു, ഇനി എന്തെങ്കിലും മനപ്രയാസം ഉണ്ടെങ്കിൽ 5 മിനിറ്റ് എവിടെയെങ്കിലും ഇരിക്കാം, അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കാമെന്ന് വിചാരിച്ചാൽ ആ സമയത്ത് നമ്മുടെ ചുറ്റിനും ആളുണ്ട്. നമ്മൾ ഒരു ആൾക്കൂട്ടത്തിന് നടുവിലായിരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരും ഒരു കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായി അവർ ടെൻഷനിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ് മാനസിക പ്രശ്നങ്ങളും ടെൻഷനുകളും അത് ഉണ്ടാക്കുന്ന പ്രതിസന്ധികളും. അതിനുശേഷം ഗർഭാവസ്ഥ കഴിഞ്ഞിട്ടാണെങ്കിലും, ഇപ്പം ഗർഭാവസ്ഥയിൽ പോസ്റ്റ്മോർട്ടം സിൻഡ്രോം, ഞാൻ മനസ്സിലാക്കുന്നത് പോസ്റ്റ്മോർട്ടം സിൻഡ്രോം ഒക്കെ വരാൻ കാരണം എന്ന് വെച്ചാൽ നീണ്ട ഉറക്കമില്ലാത്ത സ്ട്രെസ്, ഉറക്കമില്ലാത്ത സമയങ്ങൾ. അതായത് കുട്ടിയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഈ അണുകുടുംബങ്ങളൊക്കെ ആണെങ്കിൽ ആരൊന്നും മാറിയെടുക്കാനില്ല, അമ്മ തന്നെ എടുക്കേണ്ടി വരും. മുഴുവൻ ഒരു സ്ത്രീയുടെ മുഴുവൻ ചേഞ്ച് ആവുക എന്നുള്ളതാണ്, ഫിസിക്കലി മെന്റലി. അപ്പൊ ആ മെന്റലി ഫിസിക്കലി ഉണ്ടാകുന്ന മാറ്റങ്ങളെ കൃത്യമായി നന്നായി നോക്കാൻ കഴിയാത്ത കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കൂട്ടുകുടുംബമാണെങ്കിൽ കുട്ടികളെ ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് നടക്കും. ആരെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ചു നേരം അവര് ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉറങ്ങാനുള്ള സമയമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതിൻ്റെതായ വ്യത്യാസം സ്ത്രീകളിൽ ഉണ്ടായിരുന്നു. എനിക്കറിയാമല്ലോ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ അഖിൽമാരാർ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ വിഷയങ്ങളിൽ ഇടപെടാത്തതുകൊണ്ടാണ്. അഖിൽമാരാർ പറഞ്ഞു ചില ആൾക്കാർ പ്രസവിച്ചിട്ട് വന്ന് അരി ഇടിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് സാലി എന്നാണ് പുള്ളിക്കാരുടെ പേര്, എൻ്റെ ചേച്ചിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. രാവിലെ ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് മാസം അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ എണ്ണീറ്റ് വീട്ടിലെ എല്ലാ പണിയും ചെയ്ത്, നേഴ്സ് കൂടിയാണ്, രാവിലെ എല്ലാ പണിയും ചെയ്ത് വീട്ടിലെ ആഹാരമൊക്കെ വെച്ച് കുറച്ച് വിറക് വെട്ടി പുറത്തിട്ടിരുന്നു. ആ നാട്ടുപ്രദേശമായതുകൊണ്ട് ചില വീടുകളിലൊക്കെ തീ കത്തിക്കും. അപ്പോൾ ആ വിറകെല്ലാം പെറുക്കി വെച്ച ശേഷം നമ്മളെല്ലാം കണ്ടു. ഒരു മണിക്കൂറിന് ശേഷം പെട്ടെന്ന് ആരോ വന്നു പറഞ്ഞു സാലി പ്രസവിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു സാലി പ്രസവിച്ചോ, ഇപ്പോൾ വിറക് പെറുക്കുന്ന കണ്ടാണല്ലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു പുള്ളിക്കാരിക്ക് എന്തോ തോന്നി, ഞാനിന്ന് പ്രസവിക്കുമെന്ന് പുള്ളിക്കാരിക്ക് തോന്നി. നേഴ്സായതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല, തോന്നി. പുള്ളിക്കാരി പെട്ടെന്ന് വീട്ടിലെല്ലാം ആഹാരം എല്ലാം വെച്ചു, പെട്ടെന്ന് ഈ വിറകൊക്കെ പെറുക്കി ഇട്ടിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ആശുപത്രി ചെല്ലുമ്പോഴേ നഴ്സുമാരോട് പറഞ്ഞു എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകും, ഞാനിപ്പോൾ പ്രസവിക്കുന്നു. അങ്ങനെ പ്രസവിച്ച ഒരാളെ എനിക്കറിയാം. അത് വളരെ ചെറുപ്പം പോലെ ഇനി നേഴ്സായതുകൊണ്ടും അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളതുകൊണ്ടും അവർ അത് റെയർ കേസായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പണ്ടൊക്കെ പ്രസവം എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞതിനെ ഇത്രമാത്രം അഖിൽമാരാരെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ടാമത് അഖിൽമാരാറിൻ്റെ ഭാര്യയും കുട്ടികളുമൊക്കെ വന്നിരുന്ന് നടത്തിയ ഒരു ലൈവിൽ എവിടെയോ എന്തോ ഒരു വാക്ക് പറഞ്ഞു എന്നാണ്. ഇപ്പോൾ അഖിൽമാര വാക്ക് മോശപ്പെട്ടൊരു വാക്കാണ്, അത് നായയുമായി ബന്ധപ്പെട്ട വാക്കാണ്, കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. അത് പറഞ്ഞു കുട്ടികളെ അങ്ങനെയാണോ വളർത്തണമെന്ന് വെച്ചാൽ അഖിൽമാരാരെ സദാചാരം പഠിപ്പിക്കാനൊരു കൂട്ടർ. ഈ സാധാരണഗതിയിൽ യൂട്യൂബ് തുറന്നു വെച്ചാൽ സ്ത്രീകളടക്കമുള്ളവർ ഇന്ന് അവരുടെ പുരോഗമനം കാണിക്കുന്ന തെറി വിളിച്ച. ഞാൻ തെറിയെ ഒരു തരത്തിലും അനുകൂലിക്കുന്ന ആളല്ല, ഒരു വാക്ക് പോലും ജീവിതത്തിൽ തെറി പറയാത്ത ഒരാളുമാണ് ഞാൻ. സമൂഹത്തിൽ ഓപ്പണന്റ് പറയാൻ പാടില്ല. പാടില്ല. ഞാൻ തെറി പറയാത്ത ഒരാളാണ്. വളരെ 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 ഒരു 0% തെറി പറയുന്ന ഒരാളാണ് ഞാൻ. അത്ര പോലും പറയില്ല ഞാൻ. അപ്പോൾ അതിനെ അനുകൂലിക്കുന്ന ആളുമല്ല. നമുക്ക് നല്ല മലയാള ഭാഷയിൽ ആരെയും ഏത് തരത്തിലും ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലും പറഞ്ഞിരുത്താനുള്ള കപ്പാസിറ്റി ഉള്ളവർക്ക് ഈ തെറി പറഞ്ഞിരുത്തണമെന്നില്ല. അതൊരു മോശപ്പെട്ട നമ്മുടെ ഒരാൾ തെറി പറയുന്ന സത്യം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, ഒരാൾ തെറി പറയുന്നത് നമ്മുടെ കഴിവുകേട് കൊണ്ടാണെന്ന്. തെറി പറയാതെയും അടിക്കാതെയും ഒരാളെ ഓവർ റൂൾ ചെയ്യാതെയും ഒക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള ആർജവം നമുക്കുണ്ടാവണമെങ്കിൽ നമ്മളൊരു വളർന്നു അല്ലെങ്കിൽ നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടായി എന്ന് പറയാൻ കഴിയുള്ളൂ. ഇവിടെ എല്ലാവരും സോഷ്യൽ മീഡിയ എപ്പോൾ പിന്നെ ഈ അഖിൽമാരാർ പറഞ്ഞ വാക്കിനെ അഖിൽമാരാരുടെ കുട്ടി കാണില്ലേ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്നവരൊക്കെ ഏത് തരത്തിലുള്ള തെറിയാണ് ഉപയോഗിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ബിഗ് ബോസ് മത്സരാർത്ഥികൾ അടക്കമുള്ളവർ ഈ സമൂഹത്തിന് കൊടുക്കുന്ന മാതൃക അത്ര നല്ലതല്ല. യഥാർത്ഥത്തിൽ ഒന്നുകിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന മാനദണ്ഡത്തിന് മാറ്റം വരണം. കാരണം കേരളത്തിലെ പൊതുസമൂഹം പൊതുവെ മലീമസപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾക്ക് മുന്നിൽ വെക്കാൻ ഒരു മോഡൽ നമുക്കില്ല. യഥാർത്ഥത്തിൽ മോറൽ ഐഡിയാസ് എല്ലാം കൈമോശം വന്നിരിക്കുന്നു. ഇപ്പം നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും നമുക്ക് ചില ഹീറോസൊക്കെ ഉണ്ടാകും. കോളേജിലെ ചില ആൾക്കാർ വളരെ നന്നായി ചിലപ്പോൾ പ്രസംഗിക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ ആൾക്കാരോട് നന്നായി ഇടപഴകുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നമുക്ക് മെൻ്റൽ കോൺഫിഡൻസ് തരുന്ന ചില സുഹൃത്തുക്കളാവും, ചിലപ്പോൾ നമ്മുടെ കോളേജിലെ നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരാകും. അങ്ങനെ ആരെങ്കിലുമൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപഠിക്കാനുണ്ടായിരുന്നു, റോൾ മോഡൽസ് ഉണ്ടായിരുന്നു. ഇന്ന് ആ റോൾ മോഡൽസ് ഇല്ല.
അപ്പം ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് ഞാനൊരു സംഘടനയുടെ ഭാരവാഹിയാകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പെട്ടെന്ന്, അതായത് 1 മണിക്കൂറാണല്ലോ ഉച്ചയ്ക്ക് ഊണിന് സമയം കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും കഴിച്ചിട്ട് വരുന്നു, ഒരു 10-15 മിനിറ്റ് കൊണ്ട് എല്ലാ ക്ലാസ്സിലും പോയി ക്യാമ്പയിൻ ചെയ്യുന്നതാണല്ലോ. പതിയെ പതിയെ ഞാനും പഠിച്ചു, പെട്ടെന്ന് വാരി കഴിച്ച് എല്ലാ ക്ലാസ്സിലും പോയി ക്യാമ്പയിൻ ചെയ്യാൻ പഠിച്ചു. അപ്പം അങ്ങനെ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ക്യാമ്പസിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നുമാണ്. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു മോഡലില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പണിയായിരിക്കണം ബിഗ് ബോസ് പോലൊരു ഷോ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഈ സമൂഹത്തിലെ ഏറ്റവും പ്രശ്നക്കാരായിട്ടുള്ള നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന്, ഇപ്പോൾ അഖിൽ മാരാർ രാഷ്ട്രീയത്തിൽ പോയതിനെ അനുകൂലിക്കുന്നുണ്ടോ? ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകളോട് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. രാഷ്ട്രീയം എന്തെന്നറിയില്ല, ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ വകുപ്പാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ചില ബിഗ് ബോസ് ഷോകളിൽ എത്ര അക്ഷരമാല അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യാത്തവരുണ്ടായിരുന്നു. അങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞിട്ടുള്ള മറുപടികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ നമ്മളുടെ മുന്നിലേക്കാണ് ഈ ആൾക്കാരുടെ മുന്നിൽ പോയി ഇവിടുത്തെ യൂട്യൂബ് ചാനലുകാർ അഖിൽമാരാരുടെ രാഷ്ട്രീയത്തെ പറ്റി, അല്ലെ കേരളത്തിലെ BJPയുടെ സാധ്യതകളെ പറ്റി, അല്ലെങ്കിൽ ആരാണ് ജയിക്കുക എന്നതിനെ പറ്റി, CPM എന്താണെന്നതിനെ പറ്റി, CPI എന്താണെന്നതിനെ പറ്റി യാതൊരു അടിസ്ഥാനപരമായ ധാരണയും ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യരോട് കേരളത്തിലെ ചില യൂട്യൂബേഴ്സ് അതെനിക്കൊന്ന് പൈസ കൊടുത്ത് കൊണ്ടുവരുന്നതാ. അതായത് അവർക്ക് അവരുടെ മനസ്സിലുള്ള എന്തെങ്കിലും പറയാൻ വേണ്ടി ആരെങ്കിലും ചോദിക്കണം. അപ്പൊ അതിനുവേണ്ടി ഇപ്പോൾ BJPയെ കുറ്റപ്പെടുത്താൻ ബീഫ് കഴിച്ചോ നീ BJPക്കാരൻ, അപ്പോൾ ഉടനെ തിരിച്ച് ചോദിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ചോദിക്കാം, കേരളത്തിൽ ബീഫ് നിരോധിച്ചിട്ടുണ്ടോ? നിരോധിച്ചതിൽ ബീഫ് എന്ന് പറയുന്നത് എന്താണ് നിരോധിക്കപ്പെട്ടത്? ഗോവധം നിരോധിക്കപ്പെട്ടത് ആരാണ്? ഗോവധം നിരോധിച്ചത് ഏത് സർക്കാരാണ്? അല്ലെങ്കിൽ ആരാണ് ഗോവധം നിരോധിച്ചത്? ഏതൊക്കെ സംസ്ഥാനത്താണ് ഗോവധ നിരോധന നിയമം നിലവിലുള്ളത്? ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ പവിത്രൻ്റെ മകൾ നിഖില വിമൽ ബീഫ് കഴിക്കാമല്ലോ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ആഘോഷമായിരുന്നു. ബീഫ് ഇവിടെ കഴിക്കാം, ഇവിടെ ഒരു പ്രശ്നവുമില്ല, അത് ആഘോഷമാക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ ബീഫ് നിരോധിച്ചിട്ടില്ല. അത് ഗോവധമാണ് നിരോധിച്ചിട്ടുള്ളത്, പശുവല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ബീഫ്. അപ്പോൾ അത് കണ്ടില്ലേ നിലപാട് പറഞ്ഞ പെൺകുട്ടി, എന്ത് നിലപാട്? എൻ്റെ മുമ്പിൽ വരട്ടെ, ഞാൻ 10 പൊളിറ്റിക്കൽ ചോദ്യം ചോദിക്കുമ്പോൾ ഈ നിലപാട് താഴെ വീഴാം. അപ്പോൾ നിലപാടല്ല, ഇതിലൊന്നും കാരണം നിലപാടല്ല, ചില ആൾക്കാരെ കൊണ്ട് വായി കുത്തിത്തിരികി ചിലത് പറയിപ്പിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നി. എന്താണ് ഈ ചില സമയങ്ങളിൽ ഇവരോടൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ അഖിൽമാരാരെ പറ്റി, അല്ലെങ്കിൽ റോബിൻ രാധാകൃഷ്ണനെ പറ്റി. റോബിൻ രാധാകൃഷ്ണൻ BJP വന്നത് പക്ഷെ റോബിൻ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു സൈലന്റ് ആയതുകൊണ്ട് റോബിനെ അത്രയേറെ ആക്രമിക്കുന്നില്ല. പക്ഷെ അഖിൽമാരാർ ഇവരുടെ ഒരു ടാർഗറ്റ് തന്നെയാണ്. അഖിൽമാരാർ എന്ത് ചെയ്താലും ആരാണോ ഈ ഓരോ കോണ്ടെക്സ്റ്റിലും ഒരു വിഷയത്തിൽ മറുപടി പറയുന്നത് അവരെ ആക്രമിക്കുക എന്നുള്ളതാണ്. അഖിൽമാരെ ആക്രമിക്കാൻ CPMന്റെ ഒരു സൈബർ സംഘം നേരത്തെ ഉണ്ട്. അതിന്റെ ഒപ്പമാണ് ഇപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും കൂടി ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളതാണ്. കാരണം ഒരാള് നല്ല ബുദ്ധിപരമായി, ഞാൻ അഖിൽമാരാരെ ഇപ്പോഴല്ല, ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിച്ചത് ചില ചാനൽ ചർച്ചകളിലാണ്. അഖിൽമാരാർ വളരെ ലോജിക്കലായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ചിലപ്പോൾ 1-2 തെറ്റൊക്കെ മനുഷ്യന് വരുമെന്ന്. ഇത് സാമൂഹികപരമായി നമുക്കറിയാം. ചില കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ചില അഭിപ്രായങ്ങളൊക്കെ തെറ്റാം. എല്ലാ അഭിപ്രായങ്ങളും തെറ്റല്ലല്ലോ. അയാൾ പറയുന്ന 99% ശരി, 1% തെറ്റുമായിരിക്കാം. അതുകൊണ്ട് അയാളെ ലോകത്തേറ്റ മരവാഴയാണോ ചോദിക്കുന്നതാണ്. അഖിൽമാരാർ ഒരു മരവാഴയാണോ? അഖിൽമാരാർ വളരെ ബുദ്ധിപരമായി അയാളുടെ ആ ഒരു ബിഗ് ബോസിന്റെ ഒരു സീസണിൽ നിന്ന് ഇറങ്ങി അയാളുടെ തലമുറകൾക്ക് കഴിയാനുള്ള സ്വത്ത് 2ാമത്തെ സീസൺ എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കിയ ഒരാളാണ് അഖിൽമാരാർ. അയാൾ ആവശ്യത്തിന് പണം ഉണ്ടാക്കി, അയാൾ ആ കിട്ടിയ ഫെയിം അതെങ്ങനെ വിനിയോഗിക്കാമോ അതിന്റെ അത്രത്തോളം നന്നായി വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ്. ഇനി അയാൾക്ക് വേണ്ടത് അയാളുടെ പേര് നിലനിർത്തുക എന്നുള്ളതാണ്. അയാൾ രാഷ്ട്രീയം സ്വീകരിച്ചു, അതാണ്. അതിന് പകരം അഖിൽമാരാരെ മരവാഴ എന്ന് പറയുകയും കൂടെ സജ്ജന ഫിറോസ് കുടുംബ പ്രശ്നങ്ങൾ വന്നിരുന്ന് അലക്കുന്നു, സമൂഹത്തിന് മുന്നിൽ വന്നിരുന്ന് ബാളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഫിറോസ് എന്ന് പറയുന്ന ആൾ 17 വയസ്സുള്ള ഒരു കുട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് സജ്ജന പറയുന്നു. അങ്ങനെയെങ്കിൽ സജ്ജന ഇത് പോലീസിൽ അറിയിച്ചില്ലെങ്കിൽ തീർച്ചയായും അത് സജ്ജനയും ആ കാര്യത്തിൽ സജ്ജനയ്ക്കുമെതിരെ പോക്സോ ചുമത്താവുന്നതാണ്. അറിഞ്ഞുകൊണ്ട് ഇത് അറിയിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ക്രിമിനൽ ലംഘനമാണ്. അത്തരം കുറ്റങ്ങൾ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് ഷിയാസ് കരീം 2 ബലാത്സംഗ കേസിൽ പ്രതിയാണ്. ഇവരൊക്കെയാണ് കേരളത്തിൽ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയം ഏതെങ്കിലും വിഷയത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടോ സ്വീകരിച്ചതുകൊണ്ട് ആൾക്കാരെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നത്. ഇന്ത്യയിൽ തന്നെ ഭരണത്തിലിരിക്കുന്ന BJPയെ അതിലേക്ക് വലിച്ചെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കേവലമായ ഒരു താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്.
അതായത് ഈ കേസ് വരുന്നതിന് തൊട്ട് മുൻപാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷക്കാരും ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഷിയാസിന്റെ ബലാത്സംഗം ഒരു പ്രശ്നമേ അല്ല. മനസ്സിലാക്കൂ, രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയാണ് ആക്രമിച്ചത്? അപ്പൊ ഇടത് സൈബർ അണികളെ കയ്യിലാക്കാൻ ഷിയാസ് കരീം നടത്തിയ വേലയാണെന്ന് ആർക്കും മനസ്സിലാവും. അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും, സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഷോകൾ, ആ ഷോകൾക്ക് ഒന്നുകിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം, ഒന്നുകിൽ റീസ്ട്രക്ചർ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഷോ സത്യത്തിൽ മനുഷ്യർ കാണരുതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട്. ഈ ലെസ്ബിയൻ കപ്പിൾസ്, അതായത് ലെസ്ബിയൻ കപ്പിൾസ്, ട്രാൻസ് ലെസ്ബിയനും ഒക്കെ ഉണ്ടില്ല എന്നല്ല. ഇപ്പൊ ലെസ്ബിയൻ കപ്പിൾസിനെ സംബന്ധിച്ച് അന്നൊരു പെൺകുട്ടി പറഞ്ഞ വലിയ വിവാദമായി. ഈയിടെ ഒരു മനഃശാസ്ത്രജ്ഞയാണെന്ന് തോന്നുന്നു പറയുന്നു, അവരുടെ മുന്നിൽ വന്നൊരു കേസ്, 2 കുട്ടികൾ ഇങ്ങനെ ഇവരെ കണ്ട് ഇൻസ്പയർ ആയി ലെസ്ബിയൻ ആകാൻ തീരുമാനിച്ചു. അതിൽ ഒരു പെൺകുട്ടിക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോരണമെന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവും അങ്ങനെയാകുമ്പോൾ. അപ്പോൾ ഇറങ്ങിപ്പോരണമെന്ന് തോന്നുന്നു. അവസാനം ആ പെൺകുട്ടി ട്രോമയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. മാതാപിതാക്കൾ ഇവരുടെ അടുത്തെത്തിക്കുമ്പോഴാണ് ഇങ്ങനെ ഇൻസ്പയർഡ് ആയി എന്ന് പറയുന്നത്. അന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങനെ ഇൻസ്പയർഡ് ആവില്ല എന്നാണ്. കേരളീയ പൊതുസമൂഹത്തിൽ കഞ്ചാവ് അടിച്ചാലും അത് അംഗീകരിക്കാനും, അല്ലെങ്കിൽ ആ കഞ്ചാവ് അടിച്ചാൽ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കാനും, അതൊന്ന് പരീക്ഷിച്ച് നോക്കാനും, ഇതാണ് പുരോഗമനം എന്ന് ചിന്തിക്കാനും കേരളത്തിൽ ജനങ്ങളുണ്ട്. അതും അത്തരത്തിലുള്ള ജനങ്ങൾ ഉള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള ഷോകളൊക്കെ ജനങ്ങളെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരെയും സ്വാധീനിക്കില്ല, പക്ഷെ എങ്കിലും ഒരു നല്ല ശതമാനം ആൾക്കാരെ അത് സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സ്വാധീനിക്കേണ്ടതാണ്. പക്ഷെ അത് ഈ നെഗറ്റീവ് നൊട്ടോറിയസ് ആയിട്ട് സ്വാധീനിക്കുന്ന ഷോകൾ ശരിക്കും അത് ജനത്തിന് വേണമോ എന്നാണ് ജനങ്ങൾ അത് വേണമോ ജനവും തീരുമാനിക്കണം, ആ ചാനൽ തീരുമാനിക്കണം.